നോക്കിയാൽ കാണാം ഫോണിലെ ബ്ലൂടൂത്ത് ഓൺ ആണ്, പക്ഷെ ഇയർബഡ്സ് കണക്ട് ആയിട്ടില്ല. അപ്പൊ നമ്മൾ ഇയർബഡ്സിന്റെ ബോക്സ് ഓപ്പൺ ആക്കി ഓട്ടോമാറ്റിക് ആയിട്ട് ഫോണിലെ ബ്ലൂടൂത്തുമായിട്ട് അത് കണക്ട് ആവും. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ഈ ഇയർബഡ്സ് ടച്ച് മെത്തേഡാണ്. അത് ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് ആ മെത്തേഡ് വർക്ക് ആവുന്നതെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. 2 ഇയർബഡ്സിലും കൂടിയാണ് ഇതിന്റെ കൺട്രോൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പൊ നമ്മൾ വലത്ത് ചെവി വെച്ചേക്കുന്ന ഇയർബഡ് എടുത്തേക്കുവാണ്. അപ്പൊ ഇതിലൊരു ചെറിയ 10 പൈസയുടെ പണ്ടത്തെ 10 പൈസയുടെ വെള്ളി 10 പൈസ ഉണ്ട്. അതിന്റെ വലിപ്പത്തിൽ ഒരു ചെറിയ വട്ടം പോലെ കാണാം. അതാണ് സ്വിച്ച്, മൾട്ടി ഫംഗ്ഷൻ ബട്ടൺ എന്നാണ് അതിനെ പറയുക. അതുകൊണ്ടാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ഫോണിൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സൗണ്ട് കൺട്രോൾ ചെയ്യണമെങ്കിൽ, കൂട്ടണമെങ്കിൽ വലത്ത് ചെവിയിലുള്ള ഇയർബഡ്സ് ജസ്റ്റ് ഒരു വട്ടം ടച്ച് ചെയ്യും. എന്നിട്ട് മുകളോട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ട് കൂടും. സൗണ്ട് കുറയ്ക്കണമെങ്കിൽ ഇടത്ത് സൈഡിലെ ഇയർബഡ് ടച്ച് ചെയ്തിട്ട് താഴോട്ട് ടൈപ്പ് ചെയ്താൽ അപ്പൊ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ സൗണ്ട് താഴോട്ട് കുറഞ്ഞു വരും. ഇനി ഇതിലോട്ട് ഒരു കോള് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ കോൾ അറ്റൻഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പൊ കോള് ഫോണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇടത്ത് ചെവിയിൽ വെക്കുന്ന ഇയർബഡ്സിലേക്ക് ഡബിൾ ടാപ്പ് ചെയ്യണം. 2 വട്ടം അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കോൾ അറ്റൻഡ് ആവും. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കോള് അറ്റൻഡ് ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി അത് കട്ട് ചെയ്യണമെങ്കിൽ വലത്ത് ചെവി വെക്കുന്ന ഇയർബഡ്സിൽ 2 വട്ടം ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കോള് കട്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ ഫോണിലേക്ക് വരുന്ന കോള് റിജക്ട് ചെയ്ത് വിടുന്നത് എങ്ങനെയാണെന്നാണ്. അതായത് കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല, ഫോൺ കട്ട് ചെയ്ത് വിടുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ. അതിന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മുടെ ഫോണിലോട്ട് ഒരു കോള് വരികയാണെങ്കിൽ ഈ ഇയർബഡ്സിലെ ഏത് ഇയർബഡ്സ് ആയാലും കുഴപ്പമില്ല, അതിലെ മൾട്ടി ഫംഗ്ഷൻ ബട്ടൺ അല്പസമയം പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. കോൾ ഓട്ടോമാറ്റിക് ആയിട്ട് റിജക്ട് ആയിക്കോളും. ഇനി നമ്മൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ഇതൊന്ന് പോസ് ചെയ്യുക, പാട്ട് പോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് വലത്ത് ചെവി വെക്കുന്ന ഇയർബഡിലെ മൾട്ടി ഫംഗ്ഷൻ ബട്ടണിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യണം. അപ്പൊ ഇവിടെ ഇതുപോലെ പോസ് ആയിട്ട് നിൽക്കും. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടായാലും വീഡിയോ ആയാലും ഒക്കെ പോസ് ആവും. കമ്പനി പറയുന്നത് പോസ് മാറ്റാനായിട്ട് ഏതെങ്കിലും ഇയർബഡിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പോസ് മാറും എന്നാണ് പറയുന്നത്. അതുപോലെ പോസ് ആവണമെങ്കിൽ ഏതൊരു ഇയർബഡിൽ ഡബിൾ ടാപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളങ്ങനെ വലത്ത് ചെവിയിലെ ഇയർബഡ്സ് ഡബിൾ ടാപ്പ് ചെയ്തപ്പോൾ പോസ് ആയി, പക്ഷെ പോസ് മാറുന്നില്ല. നമ്മൾ ഇടത്തെ ചെവി വെക്കുന്ന ഇയർബഡ്സ് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പോസ് മാറി. അപ്പൊ നമ്മൾ പോസ് ആക്കാൻ വലത്ത് ചെവി വെക്കുന്ന ഇയർബഡ്സും പോസ് മാറ്റാനായിട്ട് ഇടത്ത് ചെവി വെക്കുന്ന ഇയർബഡ്സും ഡബിൾ ടാപ്പ് ചെയ്താൽ മതിയാവും. ഇപ്പൊ നമ്മളിവിടെ ഒരു പാട്ട് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന് തൊട്ട് മുമ്പുള്ള പാട്ടിലേക്ക് എങ്ങനെയാ പോവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇടത്ത് ചെവിയിൽ വെക്കുന്ന ഇയർബഡ്സിന്റെ പവർ ബട്ടണിൽ മൾട്ടി ഫംഗ്ഷൻ ബട്ടണിൽ ട്രിപ്പിൾ ടാപ്പ് ചെയ്യണം. 3 വട്ടം ടച്ച് ചെയ്യണം. അപ്പൊ നമുക്ക് മുൻപ് കേട്ട പാട്ട്, പ്രീവിയസ് പാട്ടിലോട്ട് നമുക്ക് പോകാൻ പറ്റും. ഇനി നമുക്ക് നെക്സ്റ്റ് അടിക്കാനായിട്ട് വലത്ത് ചെവി വെക്കുന്ന ഇയർബഡ്സിന്റെ മൾട്ടി ഫംഗ്ഷൻ ബട്ടണിൽ ട്രിപ്പിൾ ടാപ്പ് ചെയ്താൽ മതി. അപ്പൊ ഇങ്ങനെയാണ് ഇയർബഡ്സിന്റെ മെക്കാനിസം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണേ.